നമസ്കാരം. ഗുഹ്യ രോമങ്ങൾ നീക്കം ചെയ്യാൻ ഷേവിങ്ങോ വാക്സിങ്ങോ ഒക്കെ പരീക്ഷിക്കുന്നവരിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻഗ്രോൺ ഹെയർ അഥവാ ചർമ്മത്തിന് ഉള്ളിലേക്ക് രോമങ്ങൾ വളരുന്ന അവസ്ഥ. ഇത് പലപ്പോഴും കടുത്ത ചൊറിച്ചിലിനും വേദനയ്ക്കും അണുബാധയ്ക്കും വരെ കാരണമാകാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ എന്താണെന്നും ഇത് പരിഹരിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. കൂടാതെ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ രോമം നീക്കം ചെയ്യുന്ന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഷേവ് ചെയ്തതിന് ശേഷമോ വാക്സിങ്ങിനോ അല്ലെങ്കിൽ പ്ലക്കിങ്ങിനോ ശേഷമോ സാധാരണ രീതിക്ക് വിപരീതമായി ചർമ്മത്തിനുള്ളിലേക്ക് വളരുന്ന രോമങ്ങളെയാണ് ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ എന്ന് വിളിക്കുന്നത്. രോമകൂപത്തിൽ നിന്ന് പുറത്തേക്ക് വളരുന്നതിന് പകരം ഇവ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇൻഗ്രോൺ രോമങ്ങൾ ചർമ്മത്തിൽ അസ്വസ്ഥതയും ചൊറിച്ചിലും ഉണ്ടാകുവാൻ കാരണമാകാറുണ്ട്. സാധാരണഗതിയിൽ ഇവ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ അണുബാധയ്ക്ക് കാരണമായേക്കാം. അത്തരം ഘട്ടങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. ഗുഹ്യഭാഗത്തെ ഇൻഗ്രോൺ ഹെയർ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ആ ഭാഗത്തെ ചർമ്മത്തിൽ വിട്ടുമാറാത്ത ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന അടയാളമാണ്. വസ്ത്രങ്ങൾ ചർമ്മത്തിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയും രോമങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് ചർമ്മത്തിന് നിറവ്യത്യാസം പ്രകടമാകുന്നതും സാധാരണമാണ്. കൂടാതെ രോമകൂപങ്ങൾക്ക് ചുറ്റും ചെറിയ വീക്കമോ ചുവന്ന നിറമോ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭാഗം കൂടുതൽ പ്രകോപിപ്പിക്കാതെ ആവശ്യമായ പരിചരണം നൽകേണ്ടതുണ്ട്. ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ ചർമ്മത്തിന് മുകളിൽ ചെറിയ മുഴകൾ പോലെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇവ സാധാരണയായി ചുറ്റുമുള്ള ചർമ്മത്തേക്കാൾ അല്പം ഉയർന്ന നിലയിലായിരിക്കും കാണപ്പെടുന്നത്. കൂടാതെ ബാധിക്കപ്പെട്ട ഭാഗത്ത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറത്തിൽ മാറ്റം വരുവാനും സാധ്യതയുണ്ട്. ഇത് ചുവപ്പ്, തവിട്ട് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലോ ഇരുണ്ട നിറത്തിലോ പ്രകടമായേക്കാം. സൂക്ഷിച്ചു നോക്കിയാൽ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന രോമം നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ നമ്മൾ സാധാരണയായി സ്വീകരിക്കുന്ന ഷേവിംഗ്, വാക്സിംഗ് അല്ലെങ്കിൽ പ്ലക്കിംഗ് തുടങ്ങിയ രീതികളാണ് പ്രധാനമായും ഇൻഗ്രോൺ ഹെയറിന് കാരണമാകുന്നത്. രോമം നീക്കം ചെയ്ത ശേഷം അവ വീണ്ടും വളരുമ്പോൾ പലപ്പോഴും ചർമ്മത്തിന് പുറത്തേക്ക് നേരിട്ട് വളരുന്നതിന് പകരം ചർമ്മത്തിന് ഉള്ളിലേക്ക് തന്നെ വളരുകയും അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ രോമങ്ങളെ അപേക്ഷിച്ച് പ്യൂബിക് ഏരിയയിലെ രോമങ്ങൾ കൂടുതൽ കട്ടിയുള്ളതും ചുരുണ്ടതുമാണ്. ഈ പ്രത്യേക ഘടന കാരണം ഇവ നേരെ പുറത്തേക്ക് വളരുന്നതിന് പകരം ചർമ്മത്തിലേക്ക് തിരികെ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങൾ നാം സ്വീകരിക്കുന്ന തെറ്റായ രീതികളാണ്. രോമം വളരുന്ന ദിശയ്ക്ക് വിപരീതമായി ഷേവ് ചെയ്യുന്നത് ചർമ്മത്തിനടിയിൽ രോമങ്ങൾ കുടുങ്ങുവാൻ ഇടയാക്കും. അതുപോലെ തന്നെ മൂർച്ച കുറഞ്ഞ റേസറുകൾ ഉപയോഗിക്കുന്നതും ഈ പ്രശ്നം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന അമിതമായ കർഷണം ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും രോമങ്ങൾ ചർമ്മത്തിനുള്ളിലേക്ക് തിരിഞ്ഞ് വളരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഇൻഗ്രോൺ ഹെയർ ഒഴിവാക്കുവാൻ സാധിക്കും.
ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ അണുബാധ ഉണ്ടാകുന്നത് പ്രധാനമായും ബാക്ടീരിയകളുടെ സാന്നിധ്യം മൂലമാണ്. ചർമ്മത്തിൽ പഴുപ്പ് നിറഞ്ഞ ഒരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണമാണ്. ഇത് പലപ്പോഴും ഒരു സാധാരണ മുഖക്കുരുവിനെ പോലെയാണ് കാണപ്പെടുന്നത്. ബാധിക്കപ്പെട്ട ഭാഗത്ത് കഠിനമായ വേദന, ചുവന്ന നിറത്തിലുള്ള വീക്കം, ചർമ്മത്തിൻ്റെ നിറമാറ്റം എന്നിവയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാം. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും. പ്രത്യേകിച്ചും ഈ ലക്ഷണങ്ങളോടൊപ്പം നിങ്ങൾക്ക് പനിയോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ വിദഗ്ധ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. ഗുഹ്യഭാഗത്തെ ഇൻഗ്രോൺ ഹെയർ തിരിച്ചറിയുവാൻ സാധാരണയായി ചർമ്മത്തിലെ ലക്ഷണങ്ങൾ സ്വയം പരിശോധിച്ചാൽ മതിയാകും. രോമം നീക്കം ചെയ്ത ഭാഗത്തുണ്ടാകുന്ന തടിപ്പ്, ചൊറിച്ചിൽ, ചർമ്മത്തിനടിയിൽ കാണുന്ന രോമം എന്നിവ നോക്കി നമുക്കിത് മനസ്സിലാക്കാം. എന്നാൽ ഈ ലക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ആ ഭാഗത്ത് അണുബാധയുടെ സൂചനകൾ കാണപ്പെടുന്നുണ്ടെങ്കിലോ ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ഉപദേശം തരുന്നത് നന്നായിരിക്കും. ഡോക്ടർ ആ ഭാഗം കൃത്യമായി പരിശോധിച്ച് ഇത് ഇൻഗ്രോൺ ഹെയർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയും ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യും. ഗുഹ്യഭാഗത്തെ ഇൻഗ്രോൺ ഹെയറിന് അണുബാധ ഉണ്ടായിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ലളിതമായി ചികിത്സകൾ ചെയ്യാവുന്നതാണ്. ഒരു വൃത്തിയുള്ള തുണി ചൂടുവെള്ളത്തിൽ മുക്കി 10 മുതൽ 15 മിനിറ്റ് വരെ ദിവസത്തിൽ 3-4 തവണ ആ ഭാഗത്ത് വയ്ക്കുന്നത് ചർമ്മം മൃദുവാകുവാനും രോമം വേഗത്തിൽ പുറത്തു വരുവാനും സഹായിക്കും. രോമത്തിൻ്റെ അഗ്രം പുറത്തേക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അണുവിമുക്തമാക്കിയ ഒരു ട്വീസർ ഉപയോഗിച്ച് പതുക്കെ വലിച്ചെടുക്കാം. എന്നാൽ ചർമ്മം മുറിപ്പെടുത്തുവാനോ രോമം ബലമായി വലിച്ച് പൊട്ടിക്കുവാനോ ശ്രമിക്കരുത്. കൂടാതെ ചൂടുവെള്ളത്തിൽ നനച്ച തുണി ഉപയോഗിച്ച് ആ ഭാഗം സൗമ്യമായി സ്ക്രബ് ചെയ്യുന്നതും രോമം പുറത്തേക്ക് വരുവാൻ സഹായിക്കും. ഇൻഗ്രോൺ ഹെയർ പൂർണ്ണമായും മാറുന്നതുവരെ ആ ഭാഗം വീണ്ടും ഷേവ് ചെയ്യുകയോ വാക്സ് ചെയ്യുകയോ ചെയ്യരുത്. ഇത് ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകുവാൻ കാരണമാകും. ഗുഹ്യഭാഗത്ത് ഇൻഗ്രോൺ ഹെയർ ഉണ്ടാകുന്നത് തടയുവാൻ പതിവായുള്ള ചർമ്മ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. ചർമ്മത്തിലെ അസ്വസ്ഥതകളും ചൊറിച്ചിലും കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം ആ ഭാഗത്തെ ചർമ്മം സൗമ്യമായി സ്ക്രബ് ചെയ്യുന്നതും അഥവാ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും ഗുണകരമാണ്. ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുവാനും കുടുങ്ങിക്കിടക്കുന്ന രോമങ്ങൾ എളുപ്പത്തിൽ പുറത്തു വരുവാനും സഹായിക്കും. ചർമ്മത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന രോമങ്ങൾ ബലമായി പൊട്ടിക്കുവാനോ പറിച്ചെടുക്കുവാനോ ഒരിക്കലും ശ്രമിക്കരുത്. ഇത്തരം പ്രവൃത്തികൾ ആ ഭാഗത്തെ ചർമ്മത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ അനാവശ്യമായി ആ ഭാഗത്ത് സ്പർശിക്കുന്നത് ബാക്ടീരിയകൾ ചർമ്മത്തിനുള്ളിലേക്ക് കടക്കുവാൻ കാരണമായേക്കാം. ഇത് ഗുരുതരമായ അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇത്തരം രോമങ്ങൾ തെറ്റായ രീതിയിൽ നീക്കം ചെയ്യുവാൻ ശ്രമിച്ചാൽ ആ ഭാഗം സുഖപ്പെട്ടതിന് ശേഷം അവിടെ കടുത്ത വടുക്കൾ ഉണ്ടാകുവാനോ ചർമ്മത്തിന് ഇരുണ്ട നിറം വരുവാനോ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ പരിചരണ രീതികൾ പിന്തുടരുക. ഇൻഗ്രോൺ പ്യൂബിക് ഹെയർ പൂർണ്ണമായും ഭേദമാകുവാൻ ഓരോരുത്തരിലും വ്യത്യസ്ത സമയമാണ് വേണ്ടിവരുന്നത്. ചർമ്മത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന രോമം സ്വാഭാവികമായി ഉപരിതലത്തിലേക്ക് വരുവാൻ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ മുതൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ സമയം എടുത്തേക്കാം. എന്നാൽ ശരിയായ രീതിയിലുള്ള വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കുന്നത് ഈ പ്രക്രിയ വേഗത്തിലാക്കുവാൻ സഹായിക്കും. സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റം പ്രകടമാകും. അതേസമയം ആ ഭാഗത്ത് അണുബാധയുണ്ടെങ്കിൽ അത് ഭേദമാകുവാൻ അല്പം കൂടുതൽ സമയമെടുത്തേക്കാം. ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്ന രീതിയിൽ ചില ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഇൻഗ്രോൺ ഹെയർ ഉണ്ടാകുവാനുള്ള സാധ്യത വലിയ തോതിൽ കുറയ്ക്കുവാൻ സാധിക്കും. ഷേവ് ചെയ്യുന്നതിന് മുൻപായി ഗുണനിലവാരമുള്ള ഷേവിംഗ് ജെല്ലോ ക്രീമോ ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ കർഷണവും പ്രകോപനവും ഒഴിവാക്കുവാൻ സഹായിക്കും. എപ്പോഴും മൂർച്ചയുള്ളതും വൃത്തിയുള്ളതുമായ റേസറുകൾ മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. മൂർച്ച കുറഞ്ഞ റേസറുകളുടെ ഉപയോഗം ഇൻഗ്രോൺ ഹെയർ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഷേവ് ചെയ്യുമ്പോൾ ചർമ്മം വലിച്ചു പിടിക്കുകയോ റേസർ അമർത്തുകയോ ചെയ്യാതെ വളരെ മൃദുവായി രോമം വളർന്ന അതേ ദിശയിൽ മാത്രം റേസർ ചലിപ്പിക്കുക. വാക്സിംഗ് ചെയ്യുന്നവരാണെങ്കിൽ രോമം വളരുന്ന ദിശയിൽ വാക്സ് പുരട്ടുകയും അതിൻ്റെ വിപരീത ദിശയിൽ പെട്ടെന്ന് വലിച്ചെടുക്കുകയും വേണം. ട്വീസിംഗ് അഥവാ രോമം പറിച്ചെടുക്കുന്നതിന് മുൻപായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതോ നനഞ്ഞ ചൂട് തുണി ഉപയോഗിക്കുന്നതോ ചർമ്മവും രോമവും മൃദുവാകാൻ സഹായിക്കും.
രോമം നീക്കം ചെയ്ത ശേഷം ആ ഭാഗത്ത് എണ്ണമയമില്ലാത്തതും കട്ടി കുറഞ്ഞതുമായ ഒരു മോയ്സ്ചറൈസറിന് പുരട്ടുന്നത് ചർമ്മത്തിൻ്റെ മൃദുത്വം നിലനിർത്തുവാനും അസ്വസ്ഥതകൾ ഒഴിവാക്കുവാനും ഉപകരിക്കും. ഇനി ഇത്തരം പ്രശ്നങ്ങൾ പതിവായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലേസർ ഹെയർ റിമൂവൽ പോലുള്ള സ്ഥിരമായ മാർഗങ്ങൾ തേടുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. മിക്കവാറും സാഹചര്യങ്ങളിൽ കൃത്യമായ വീട്ടുവൈദ്യങ്ങളിലൂടെയും പരിചരണത്തിലൂടെയും ഇതിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടുവാൻ സാധിക്കും എന്നതാണ് ആശ്വാസകരമായ കാര്യം. ശരിയായ മുൻകരുതലുകൾ എടുത്തിട്ടും നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുവാൻ മടിക്കരുത്. നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ മറ്റ് രോമം നീക്കം ചെയ്യൽ രീതികളെക്കുറിച്ചും ഈ പ്രശ്നം വീണ്ടും വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ലഭിക്കുവാൻ അത് സഹായിക്കും. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഇവ മെഡിക്കൽ സീരീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ അറിയുന്നവർക്കും ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു ആരോഗ്യ വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നു. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.